ഗുഡ് മോർണിംഗ് ഓൾ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. നമ്മൾ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കി. ഏറ്റവും ലാസ്റ്റുള്ള ചാപ്റ്ററാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോൾ എല്ലാ അനാലിസിസും നമ്മൾ നടത്തി. ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തി, ടെക്നിക്കൽ അനാലിസിസ് നടത്തി, എന്താണ് ഒരു ബിസിനസ് നോക്കി, ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന്, ലൊക്കേഷൻ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഫിനാൻസ് എങ്ങനെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു നോക്കി. അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ അതോറിറ്റീസിന് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊജക്റ്റ് സാങ്ഷൻ ആവുള്ളൂ. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി, പ്രൊജക്റ്റിൻ്റെ ഫിനാൻസ് എവിടെ നിന്ന് കണ്ടെത്തണം, മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടണം, ലൊക്കേഷൻ എങ്ങനെ സെലക്ട് ചെയ്യണം, എവിടെ നമ്മൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിന് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള നമുക്ക് സാങ്ഷൻ കിട്ടും. എന്നിട്ടായിരിക്കും നമ്മളൊരു പ്രൊജക്റ്റ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കാം. Project report is a document which provides details on the overall picture of the proposed business. Project report എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻറ്റിൽ ആ പ്രൊപ്പോസ്ഡ് ബിസിനസ്, അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ബിസിനസ്സിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എവിടെ ഉണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും. ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രൊപ്പോസ്ഡ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. The project report gives an account of the project proposal to ascertain the prospects of the proposed plan or activity. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ അതിൻ്റെ പ്ലാന് അല്ലെ അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കും, പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് പ്രോജക്റ്റ് ഹാസ് ബീൻ അപ്രൈസ്ഡ് ആൻഡ് ഫൗണ്ട് ഫീസിബിൾ. ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നടത്തി, ഫീസിബിലിറ്റി അനാലിസിസ് നമ്മൾ നടത്തി, ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ നടത്തി, അതിൻ്റെ എല്ലാ റിപ്പോർട്ടും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ എവിടെ ഉണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓവറോൾ ദ ഇൻഫർമേഷൻസ് അബൌട്ട് ദ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എവിടെ ഉണ്ടായിരിക്കും, ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെയും ഫീസിബിലിറ്റി അനാലിസിസിൻ്റെയും ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെയും എല്ലാ റിസൾട്ടും ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഇതാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഒന്നാമത്തത്, ഇറ്റ് ഈസ് സെർവ്ഡ് ആസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഓൾ ദ ഓപ്പറേഷൻസ് ടു ബി അണ്ടർടേക്കൺ ഫോർ അറ്റൈനിങ് ദ ഡിസൈഡ് റിസൾട്ട്. നമുക്ക് ഡിസൈഡ് റിസൾട്ട് നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ബ്ലൂ പ്രിൻ്റ്, അതായത് നമ്മൾ റഫായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്രിൻ്റാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അതിൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസും എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. The project report is basically the business plan of action and clearly describe its goals and objectives. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷനോ ആണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട്. ആ ഒരു പ്ലാനിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഗോൾസും അതിൻ്റെ ഗോൾസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് ക്ലിയർലി ആയിട്ട് ആ ഒരു റിപ്പോർട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും.
It is one that helps in converting the business idea into productive venture without any confusion as it defines strategies for project execution. ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നമ്മുടെ ഒരു ഐഡിയ ആദ്യം ഉണ്ടാകുന്ന നമ്മളെ ഐഡിയ ആണ് യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്റ്റീവ് വെഞ്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇന്ന ബിസിനസ് തുടങ്ങണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലൂടെയും ഫീസിബിലിറ്റി അനാലിസിസിലും എല്ലാ അനാലിസിസും നമ്മൾ നടത്തിയതിന് ശേഷം ആ ഒരു ഐഡിയ നമ്മൾ യഥാർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വെഞ്ചർ ആക്കിയിട്ട് നമ്മുടെ ഐഡിയനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എവിടെ നിന്നൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നമ്മുടെ ഐഡിയനെ എന്താ ചെയ്യുന്നത്, പ്രൊഡക്റ്റീവ് വെഞ്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അതിൽ ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ പ്രൊജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിന് ഏതൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. Then information from various aspects like technical, financial, economic, production and managerial are together constituting project report for better understanding. ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ടെക്നിക്കൽ വാരിയസ് ആസ്പെക്ട്സ്, അതായത് ടെക്നിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ, എക്കണോമിക്കൽ, പ്രൊഡക്ഷന്, മാനേജീരിയൽ, എല്ലാ കാര്യങ്ങളും ആ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ ആസ്പെക്ട്സും ഫിനാൻഷ്യൽ ആസ്പെക്റ്റും എക്കണോമിക് ആസ്പെക്ട്സും ഒക്കെ എല്ലാ കാര്യങ്ങളും ആ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഡിസ്ക്രൈബ് ഓൾ ഇൻപുട്സ് റിക്വയർഡ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ പ്രൊജക്ട് സോ ദാറ്റ് they can be arranged accordingly at the right time. അതായത് ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഏതൊക്കെ, അതായത് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഇൻപുട്ട് വേണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ടൈമിൽ, അതായത് അതിൻ്റെ ആ ഇൻപുട്ട് വേണ്ട ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻപുട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. Then the project report is essential tool available with the management for proper monitoring of operation health and recognizing any problems. ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് മാനേജ്മെൻറ്റിനെ ആ ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും അതേപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാനും എന്ത് ചെയ്യും, ഈ ഒരു റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. Then managers through project reports are able to estimate all cost of operations and possible profitability of the proposed project. ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയും, ആ ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വേണം, ആ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അയാൾക്ക് ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്. ആ ഒരു ഡോക്യുമെൻറ്റിൽ ആ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഓവറോൾ പിക്ചറാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സും നോക്കി. ഓക്കെ, താങ്ക് യു.